നീ അങ്ങനെ പറയല്ല മോളെ. നീ വിചാരിക്കുന്ന ആളല്ല അവള്. അവളെന്താ മുതലെന്നറിയോ? നിന്റെ അടുത്തൊക്കെ നല്ല മയത്തിൽ നിൽക്കണ കാരണം എനിക്കല്ല അവളുടെ തനി സ്വഭാവം അറിയുള്ളൂ. ഇന്നലെ അവളും അവളുടെ കുടുംബത്തിൽ നിന്ന് 2-3 ഗുണ്ടകളെയും കൊണ്ട് അവളുടെ അച്ഛൻ വന്നായിരുന്നു. ഭാഗ്യത്തിന് അയൽപ്പക്കത്തുള്ള നാൻസി, ആ ഷൈനി, സുമി ഒന്നും ഇവിടെ ഉണ്ടായില്ല. അവരുണ്ടെങ്കിലോ മരുമോളുടെ വീട്ടിൽ നിന്ന് ഗുണ്ടകളെയും കൊണ്ട് വന്ന് ഇവിടെ വഴക്കാന്ന് പറഞ്ഞ നാട്ടിൽ മുഴുവൻ പറഞ്ഞു കിടക്കില്ലേ. ഇവിടെ ആ മോനാച്ച ഇവിടെ ഇല്ല, നീ ആച്ച അത്ര ദൂരത്ത് കിടക്കണം. ഇന്നലെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ? ഞാനിവിടെ അനുഭവിക്കുന്ന പെടാപാട് എനിക്ക് മാത്രം പറഞ്ഞാൽ അറിയുള്ളൂ. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീയും കൂടി വായ, നീ വന്ന് സംസാരിച്ച് നമുക്ക് ഈ ബന്ധം വേണ്ടാന്നൊക്കെയാ. അവള് നമുക്ക് ചേർന്ന് പോണ പെൺകുട്ടിയല്ല മോളെ. മോളെന്തായാലും ഇങ്ങോട്ട് വായോ. ആ ശരി ശരി, വേഗം വരണം കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും അവള് 7 മണി 7:30 ആകുമ്പോൾ ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, ബാഗൊക്കെ ഇട്ട് തൂക്കി, വലിയ മാനക്കേടെ പോലെ. അപ്പോഴേക്കും മോള് ഇവിടേക്ക് വന്നോളൂ കേട്ടോ. എനിക്ക് അവളെ കൊണ്ട് ഗതി കെട്ടു. ആ ശരി, വേഗം വായോ. ആ ശരി ശരി. അപ്പം അതാണ് കാര്യം. ഇനി അമ്മക്ക് അവളുമായി യോജിച്ച് പോകാൻ പറ്റില്ല. ഇല്ല മോളെ, എനിക്ക് അവളായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. അവളായിട്ട് യോജിച്ച് പോണ കാര്യമില്ല, അവളായിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്ന കാര്യം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവള് നമുക്ക് വേണ്ട മോളെ. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യാം. ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ എന്നോട് പറയണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ നീ കേട്ടോ, ആദ്യത്തെ കുഴപ്പം എന്തു പറഞ്ഞാലും തർക്കുത്തരം എന്നോട് പറയുള്ളൂ. എന്നോട് മാത്ര, അവളുടെ കെട്ടിയോനോടും അതന്നെ പറയുള്ളൂ. ആരെങ്കിലും ഭർത്താക്കന്മാരോട് തർക്കുത്തരം പറയാൻ നീ കേട്ടിട്ടുണ്ടോ? അമ്മായിമ്മോട് പോട്ടെ, കെട്ടിയോനോട് തർക്കുത്തരം പറയുള്ളൂ. പിന്നെ അവളുടെ കുടുംബത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം 10-40,000 രൂപയുടെ സാധനങ്ങളാണ് കൊണ്ടുകൊടുത്തേ. അവള് ജോലിക്കാരിയല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവളുടെ ശമ്പളത്തിന് 10-40,000 രൂപയ്ക്ക് സാധനങ്ങൾ കൊണ്ടുകൊടുത്താക്കണം. അത് പോട്ടേന്ന് വെക്കാം. അവളുടെ ഒരു പാസരം പൊട്ടിയിരിക്കണ്ടായിരുന്നില്ലേ, സ്വർണ്ണപ്പാസരം, അത് അവൾക്ക് അപ്പം തന്നെ മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് 100 തവണ. ഇതേപോലെ സ്വർണത്തിന് വില കൂടിയിരിക്കുമ്പോൾ മോളെ പാസരം മാറ്റണ്ട, ഈ വെള്ളി പാസരം ഇട്ടാൽ മതി, അല്ലെ ഫാൻസി ഇട്ടാൽ മതി എന്ന് അവള് കൂട്ടാക്കിയില്ല. എൻ്റെ വാക്ക് പോട്ടെ, അവളുടെ കെട്ടിയോന്റെ വാക്കെങ്കിലും അനുസരിക്കണ്ടേ. അവളുടെ തന്റെ ഇഷ്ടത്തിന് പോയി മാറ്റിയിട്ട് വന്നു പാസരം. ഇന്നലെ ഉണ്ടായ സംഭവം മോളെ, ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അവളുടെ അച്ഛൻ 3-4 ഗുണ്ടകളെ കൊണ്ട് വന്നാക്ക. ഒരെമ്പരപ്പ് എന്നെ പറഞ്ഞു. എൻ്റെ കണ്ണീര് 2 തുള്ളി ഇങ്ങോട്ട് വന്ന് ഞാൻ കരയാറായപ്പോ അവളുടെ അച്ഛൻ പോയി. അവളുടെ അച്ഛൻ സന്തോഷമായി, അവൾക്കും സന്തോഷമായി. അവള് മുകളിലോട്ടും കയറിപ്പോയി. ഞാൻ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, കരഞ്ഞില്ല എന്നുള്ളൊന്നല്ലേ, അത്ര വിഷമായി. ഒക്കെ പോട്ടെ, ഒരു പ്രൈവറ്റ് കമ്പനിയിലല്ലേ അവള് ജോലിക്ക് പോണത്. അവൾക്ക് 3-4 ലക്ഷം രൂപയുടെ ഇലക്ട്രിക് കാറ് വേണമെന്ന്. എന്തെന്നാ പറയാ, ഞാൻ പറഞ്ഞൊരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ അല്ലെങ്കിൽ ബസ്സിലോ പൊക്കൂടെ. ഗവൺമെന്റ് ജോലിയുള്ള എൻ്റെ അനുമോള് വരെ ഒരു സ്കൂട്ടി പോലും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ബസ്സിൽ തൂങ്ങി പിടിച്ചാ പോണേ. അപ്പൊ ഇവൾക്ക് അഹങ്കാരല്ലേ? ഇവൾക്ക് ടാക്സി അല്ല, ഒന്നും വേണ്ട, ബസ്സിൽ പൊക്കൂടെ. അതൊന്നും ഇവൾക്ക് പറ്റില്ല. ഇവൾക്ക് ഇപ്പൊ ഇലക്ട്രിക് വണ്ടി വേണം. അതിനെന്നെ ചാടി കടിക്കുക. അവളുടെ കാശിനല്ല വാങ്ങിക്കണേന്ന് പറഞ്ഞിട്ട് എന്നെ ചാടി കടിക്കാണ് നിൽക്കണേ. ഞാൻ എന്താ ചെയ്യാൻ പോണെ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങള്. അമ്മ പറയുന്നത് നല്ലതിനാന്ന് ചിന്തിച്ചൂടെ? അതൊന്നുമില്ല, അവൾക്ക് വേണമെന്ന് പറഞ്ഞാ വേണം. അവള് വലിയ ജോലിക്കാരത്തില്ലേ, ആളപ്പൊ നിസാരക്കാരിയല്ല. വരട്ടെ. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരുന്ന ആളാച്ചാൽ കുഴപ്പമില്ല. ഇത് അവിടെ ചായ കുടിക്കാൻ പോവും, അവിടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവും, അവിടെ ഫുഡ് കഴിക്കാൻ പോവും, അവിടെ സിനിമയ്ക്ക് പോവും. അങ്ങനെയുള്ള ആൾക്ക് വണ്ടിയും കൂടി വാങ്ങിച്ചു കൊടുത്താൽ എന്താ സ്ഥിതി? പിന്നെ ഏത് സമയത്ത് കുടുംബത്തിൽ കയറാൻ? ചായ ഉണ്ടാക്കി തരാൻ വരെ അവളോട് എനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞ അവൾ എന്നെ ചാടി കടിക്കാൻ വരും. ഒരു ചങ്ങലയിലിട്ട് പൂട്ടി വെച്ചാക്കണ പോലെ ഞാനിവിടെ ഒരു കുറ്റവാളിയുടെ പോലെ ഒരു ജയിലിൽ കഴിയുക. എൻ്റെ മോൻ കെട്ടിക്കൊണ്ടുന്ന പെണ്ണല്ലേ, അവളോട് ഒരു ചായ വരെ എനിക്ക് ഇടാൻ പറയാൻ പറ്റില്ല. എന്നെ ചാടി കടിച്ച് എന്നെ കടിച്ചു കയറി തിന്നോള്. അതാ അവസ്ഥ. അല്ല, അമ്മ അനുവിനെ വിളിക്കാൻ നിന്നതല്ലേ, പിന്നെന്താ അവളെ വിളിക്കാണ്ട് എന്നെ വിളിച്ചത്? ആ കാര്യം പറയാണ്ടിരിക്കാൻ നല്ലത് മോളെ. ഞാൻ അവൾക്കൊരു ഇലക്ട്രിക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് പറയണ്ടായില്ലേ, അത് വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനെങ്ങനെയാ 10-40,000 രൂപ അപ്പോഴേക്കും ആ മരുമോളുടെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചില്ലേ, പിന്നെ ഞാൻ അവൾക്ക് എങ്ങനെയാ വാങ്ങിച്ചു കൊടുക്കുക? ഇനി അവനോട് പറഞ്ഞ് കുറച്ച് പൈസ അവനെ കൊണ്ട് കൊടുപ്പിക്കാന്ന് വെച്ചാലോ, അവനിട്ട് ആ താല്പര്യവും ഇല്ല, അവളിട്ട് സമ്മതിക്കും ഇല്ല. ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞിട്ടും ഇല്ല. അത് കാരണം ഞാൻ ഇപ്പൊ അവളെ വിളിക്കലും ഇല്ല, മിണ്ടലും ഇല്ല. അത് കാരണം വിളിക്കാൻ തോന്നിയില്ല അവളെ. പിന്നെ അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ അല്ല, അതിൻ്റെ ഇടയിൽ എവിടെ സമയം? അനുമോളെ വിളിക്കലേ വളരെ കുറവാ. നീ പിന്നെ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ അവളെ ഹോട്ടലിൽ വെച്ച് കണ്ടു, അവളവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണ്ടായിരുന്നു എന്ന്.
അത് പറഞ്ഞപ്പോ പിന്നെ നിന്നോട് പറയാം, കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്ന് പറയാം, നീ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞു. കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ആള് പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കല്ലായിരുന്നു. അത് തന്നെ പിന്നെ വർത്തമാനത്തിനൊന്നും നിന്നില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഓർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 പോയിന്റുകൾ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് അവള് വരുമ്പോ ചോദിക്കാനായിട്ട്. എന്തായാലും ഇത്രയല്ലേ ഉള്ളോ? തീർന്നോ? അതങ്ങനെ തീരൊന്നുമില്ല. ഒരു മെഗാ സീരിയല് പോലെ കെടുക്കല്ലേ. എനിക്കിപ്പോൾ ഇത്രേ ഓർമ്മയിൽ വരണുള്ളൂ. അതൊക്കെ ഇപ്പം അടുത്തുണ്ടായ സംഭവങ്ങളാ. ഞാൻ ആലോചിച്ച് നിന്നോട് കാര്യങ്ങൾ പറയാം, ആലോചിച്ചെടുക്കട്ടെ. നീ എന്തായാലും ഇത്ര കാര്യങ്ങൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായില്ലേ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇനിയുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താന്ന് ഇങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടാഞ്ഞിട്ടാ. വേണ്ട വേണ്ട വേണ്ട, അമ്മ പതിയെ ഓർത്തെടുത്താൽ മതി. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇവിടെ ശുദ്ധികലശം നടത്തിയിട്ടേ ഞാൻ പോണുള്ളൂ. ഹാവൂ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാനിവിടുന്ന് ഇറങ്ങേണ്ട വരും, അധികം വൈകാണ്ട് ഇറങ്ങേണ്ട വരുന്ന വിചാരിച്ചിട്ട് ഞാനിവിടെ ജീവിക്കണേ. നീ വന്നപ്പോഴൊന്ന് സമാധാനമായേ. നീ ആ താടകാനൊന്നും ഇവിടുന്ന് ഇറക്കിത്താ, ഒരു സമാധാനം എനിക്ക് ആവാനാ. സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ കഞ്ഞി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി. ഒന്ന് സമാധാനത്തോട് സന്തോഷത്തോടു കൂടി ഞാൻ ജീവിക്കട്ടെ. ആ താടകാനൊന്ന് ഇറക്കിത്താ അവിടുന്ന്. അവളിവിടുന്ന് ഇറക്കിത്തരാനോ? അപ്പൊ മോന് ഭാര്യ വേണ്ടേ? വേണ്ട. എന്തിനാ അവനിങ്ങനെ ഒരു ഭാര്യ? രാവിലെ എണീറ്റാലും അതിന്റെ മോന്ത കാണണം, രാത്രി ജോലി കഴിഞ്ഞ് വന്നാലും അതിന്റെ മോന്ത കാണണം. എനിക്കിവിടെ ശ്വാസം എടുക്കാൻ പോലും പറ്റണില്ല അവളുള്ളടത്തോളം. വേണ്ട. എന്തിനാ അങ്ങനെ ഒരു ഭാര്യ? വേണ്ട. അവളെ എങ്ങനെയും ഇവിടുന്ന് ഒഴിവാക്കി തന്നാ മതി. ആ മതി 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 മതി. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. അവള് വരുമ്പോ ഞാൻ ചോദിക്കാം. അല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിക്കട്ടെ. എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടാ. അവളുടെ പണി വല്ലതും എടുക്കാറുണ്ടോ? ആ, പണികൾ എടുക്കേണ്ട കഥയാണ് പറയേണ്ടത്. അവളുടെ പണികളുടെ എടുപ്പ് നിനക്കറിയില്ലല്ലോ. കാലത്ത് ദേ ഇവിടെ നിന്ന് ചോലും കൊണ്ട് പോണത് കാണാം, പിന്നെ അതേ അപ്പുറത്ത് നിൽക്കുന്നത് കാണാം. അതാണ് അവളുടെ അടിച്ചു വാരല്. തൊടയാച്ചാലോ എങ്ങനെ തുറച്ചിട്ട് പോണേന്ന് പോലും എനിക്കറിയില്ല. കരടും ചെളിയും പൊടിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. എന്നാലും തുടക്കിണ്ടെന്നും. കറിവേപ്പിന്റെ കഥ പറയണ്ടല്ലോ. ബീഫോ വെക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വായിൽ വെക്കാൻ പറ്റില്ല. മസാല ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മീൻകറി ആണെങ്കിലോ ഒരു കടൽ വെള്ളത്തിൽ കൂടെ ഒരു മീനിട്ട അവസ്ഥയാ. ഉപ്പും ഉണ്ടാവില്ല, എരിവും ഉണ്ടാവില്ല, പുളിയും ഉണ്ടാവില്ല. മനുഷ്യന്മാര് കൂട്ടോ വായിൽ വെക്കാൻ പറ്റുമോ? അതാണ് അവളുടെ കറിവെപ്പ്. അലക്കല് പിന്നെ വാഷിംഗ് മെഷീനിലാണല്ലോ. പിന്നെ എന്തൊക്കെയാ അവിടെ കാട്ടി കൂട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് അവളുടെ അവിടുത്തെ പണി. അയ്യയ്യയ്യേ, ഈ കറി കൂട്ടിയിട്ടാണോ ഓഫീസിലേക്ക് ഭക്ഷണം കൊണ്ടോണേ? 4 പേര് കാണില്ലേ ഓഫീസിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ? അമ്മയ്ക്ക് നല്ല കറി ഉണ്ടാക്കി കൊടുത്തൂടെ? ആ, അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഈ വീട്ടിലും ഭക്ഷണം കഴിക്കുന്നത്, ഓഫീസിലും ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് കയറാറില്ല. ഞാൻ എന്തിനാ അതിലൊക്കെ കൈ കിടത്തിയിട്ട് ആവശ്യമില്ലാത്തൊക്കെ കേൾക്കണേ? ഞാൻ അത് കാരണം അങ്ങനത്തെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കാറുള്ളൂ. എന്തിനാ നമ്മൾ ഈ ആവശ്യമില്ലാത്ത പിരിവാരികളോ പറയുന്നത് പിടിച്ചു വെക്കണം? അല്ലെങ്കിലോ സമാധാനമില്ല. അവളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാറുണ്ടോ? അമ്മയോടോ അവനോടോ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? ഏയ്, അവളുടെ വീട്ടിൽ തോൽപ്പി കാര്യം എന്നോട് പറയില്ല. എന്നോട് പോട്ടെ, അവനോട് പോലും പറയില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യം അവളുടെ വീട്ടിലേക്ക് വിളിച്ച് പറയും. ഇപ്പൊ നീ വന്നിട്ടില്ലേ, നീ കൊടുത്താക്കണ ചെരുപ്പ്, സാരി, നീ ഉണ്ടാക്കണ കമ്മല് എല്ലാം, നീ വന്നത് ഉൾപ്പെടെ എന്തോ സാധനങ്ങൾ കൊടുന്നു എന്നുള്ളതടക്കം അവളുടെ വീട്ടിലേക്ക് ഇന്ന് വൈകുന്നേരം വിളിച്ച് പറയും. പക്ഷെ അവളുടെ ഒരു കാര്യം ഞങ്ങളോട് പറയില്ല. അതവള് ഇത്ര വലിയ ഭാഗ്യരിയാണോ അവള്? അവളെ കണ്ടാ പറയില്ല കേട്ടോ. ഇത്ര നല്ലൊരു അമ്മായിമ്മേനും ഭർത്താവിനും കിട്ടിയിട്ട് ഈ വക സ്വഭാവം കാണിക്കുന്ന ആളെ കുടുംബത്ത് കയറ്റാൻ പാടില്ല. ഇത്രയും കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത ഒരാളെയാണോ ഈ കുടുംബത്തേക്ക് കിട്ടിയത്? പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. അവള് അതിഭയങ്കരിയായ ഒരു യക്ഷിയ, വിഷപ്പാമ്പ്. ഇതേപോലൊരു സാധനം നമ്മുടെ കുടുംബത്ത് വന്ന് കേറിയില്ല. ഇനി ഒന്നും പറയാനില്ല. മോള് ഇവിടുന്ന് പോണേന് മുന്നേ അവനെ കൊണ്ട് പറയിപ്പിക്കണം എനിക്ക് അവളെ വേണ്ടാന്ന്. അവൻ എന്നോട് വന്ന് പറയണം, അമ്മ എനിക്ക് അവളെ വേണ്ടാന്ന്. അത് കേട്ടിട്ട് വേണം ആ യക്ഷീനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് ഇടാൻ. അത്ര മാത്രമേ ഈ അമ്മയ്ക്കൊരു ആഗ്രഹമുള്ളൂ. ചുരുക്കി പറഞ്ഞ അമ്മ ആഗ്രഹിക്കുന്ന അവരുടെ ഡിവോഴ്സ്, അതല്ലേ? ഇപ്പൊ ആ ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ച അമ്മ നടക്കണത്. ഒക്കെ പോട്ടെ. മോള് വന്നിട്ട് കുറെ നേരമായില്ലേ, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ക്ലാസ് ചായ വെക്കട്ടെ. ആ, ഇത്ര നല്ലൊരു അമ്മായിമ്മേനും ഭർത്താവിനും കിട്ടിയിട്ട് അവൾ എന്തൊക്കെ ഇവിടെ കാട്ടി കൂട്ടണല്ലേ? എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ. ഇന്നെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കണം. എടാ, സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക്. പിന്നെയാണ് അവളുടെ ഒരുമാതിരി സ്വഭാവം മാറ്റലും ഒരുമാതിരി ടോണിൽ സംസാരിക്കലൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ കൂടെ വെറുപ്പായത്. നിനക്കൊരു കാര്യം അറിയാം, അവളുടെ ഒരു പാദസരം പൊട്ടി.
അപ്പൊ അതൊന്ന് മാറ്റണം പറഞ്ഞു. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവള് പറഞ്ഞിട്ട് ഞാൻ ആന്ന് പറയും, മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു. ഞാനൊന്ന് അമ്മേനോട് ഈ കാര്യം അവതരിപ്പിച്ചതാ. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഈ വിലയുള്ള സമയത്ത് മാറ്റുന്നത്? സത്യം കാര്യം പറഞ്ഞിട്ട് അത് ശരി തന്നെയാണ്. പാസറല്ലേ, കാലിൽ കിടക്കുന്ന കാര്യം വീണ് പോയിട്ടുണ്ടെങ്കിൽ പോയി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു തൽക്കാലം വേറെ എന്തെങ്കിലും വെള്ളീന്റെ ഒക്കെ വാങ്ങിയിട്ട് ഇത് തൽക്കാലം ശരിയാക്കണ്ടാന്ന്. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? അതിന് അവൾ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നം എന്റെ മോളെ. ഹോ, സത്യം പറഞ്ഞാണല്ലോ അവളന്ന് പിടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തോന്നി എനിക്ക്. ആ പ്രശ്നം എന്നോട് അമ്മ പറഞ്ഞായിരുന്നു. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കി അവള്. ആയാലും പേടിക്കണ്ട, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ രണ്ടുപേരും കൂട്ടി ചേർത്തിട്ടേ ഇനി ഞാൻ പോവുള്ളൂ. അങ്ങനെയാണെങ്കിലേ നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം. നിനക്ക് പറ്റുകയാണെങ്കിൽ അവളെ കറക്റ്റ്. അമ്മ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവൾ എന്ത് സംസാരിക്കണേ വായിൽ വരുന്ന അതേപോലെ അങ്ങോട്ട് വിളിച്ചു പോകുന്നു. നിനക്കറിയാലോ നീ നിന്റെ അമ്മായിമാരോട് എന്ത് നന്നായിട്ട് പെരുമാറുന്നതെന്ന്. നമ്മുടെ അമ്മ അതുപോലെ അവളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മ എന്നും എന്നോട് വന്നിട്ട് പറയും ഈ കാര്യം. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ഏട്ടന് തോന്നിയിട്ടുണ്ടോ അവള് ഭയങ്കര അഹങ്കാരിയാണ്, ഭയങ്കര ദുഷ്ടത്തെയാന്നൊക്കെ? ഏയ് എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ അവള് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അമ്മയെ നല്ലൊരു ഒബ്സർവൻ്റ് അല്ലേ. അപ്പൊ അമ്മേനോട് ഞാൻ ഇല്ലാത്ത സമയത്ത് അവളെ ഞാൻ പെരുമാറി കാണും. അതായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നിനക്ക് പറ്റുമെങ്കിൽ അതും കൂടെ നീ ഒന്ന് സംസാരിച്ചു അവളോട്. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ അതും കൂടെ ശരിയായിക്കോട്ടെ. ആ അപ്പൊ അമ്മയാണ് ഇവിടെ ഏറ്റവും വിഷമിച്ചും ഡിസ്റ്റർബ്ഡ് ആയിട്ട് നടക്കുന്ന ആള്. അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഏട്ടനെ അറിയുള്ളൂ. അമ്മ വിഷമിച്ച് നടക്കുന്ന കാരണമാണ് ഏട്ടന് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ അല്ലേ? ഓക്കെ, പോയിക്കോ. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അവള് വരുമ്പോ ഓരോന്ന് പറയുന്നത് എന്നെ അവളോട് ചോദിക്കണം. ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നോ? എപ്പോ വന്നു? ആ ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. എന്നും ഈ നേരത്തെ തന്നെയാണോ വരാ? ഏയ് എല്ലാ ദിവസവും ഈ സമയത്തൊന്നല്ല, ചില ദിവസം പെൻഡിങ് വർക്കൊക്കെ ഉണ്ടാവും, അപ്പൊ കുറച്ച് നേരം വൈകും. ഇന്ന് ഇത്തിരി വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം വൈകി. ആ എങ്ങനെയാ നേരം വൈകാണ്ടിരിക്കുക? ചായ സൽക്കാരം സിനിമയ്ക്ക് പോക്കും എല്ലാം കഴിഞ്ഞ് ആടിപ്പാടിയല്ല വരണേ. ആ അതെ, 2-3 ചായ സൽക്കാരവും ഒരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് ആടിപ്പാടിയ വരണേ. സിനിമയ്ക്കും പോയായിരുന്നു. കേട്ടാ നീ കേട്ടാ അവളുടെ വർത്താനം? ഒരു കാര്യം ഇവളോട് പറയാൻ പറ്റില്ല, തറുതല്ലാണ്ട് പറയില്ല. കേട്ടാ നീ അവളുടെ വർത്താനം? എങ്ങനെയാ അവളോടൊരു കാര്യം പറയണം? എൻ്റെ അമ്മ, ഞാൻ രാവിലെ 6 മണി 6:30 ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ 7-7:30 ജോലി കഴിഞ്ഞ് കയറി വരുമ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ഓഫീസിലാണെങ്കിൽ 100 വർക്ക് കഴിഞ്ഞ് മനുഷ്യൻ ടെൻഷൻ അടിച്ച് ഒരു സമാധാനത്തിന് വീട്ടിലേക്ക് വരേണ്ടത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ അമ്മേനോട് സംസാരിക്കട്ടെ ഇങ്ങനെയൊക്കെ. എന്നോട് പറയണ്ട. എന്റെ മോള് വന്നിട്ടുണ്ട്, അവളുടെ മുന്നിൽ വെച്ചാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനോട്? എന്താ ഇത്? അവള് ജസ്റ്റ് വന്നല്ലോ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അതല്ലടാ, എന്റെ മോള് വന്നിട്ടുണ്ട്, അവളുടെ മുന്നിൽ വെച്ച് നിന്റെ ഭാര്യ എന്നെ അപമാനിക്കണത്. ഞാൻ പറഞ്ഞാലോ നീ പറഞ്ഞാലോ ഒന്നും കൂട്ടാക്കാൻ പോണില്ലേ അവള്. എന്തായാലും ഇവള് വന്നിട്ടില്ലേ, ഇവള് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. നീ സംസാരിക്കും, നീ ഇപ്പൊ ഇവിടുത്തെ അന്യനൊന്നല്ലല്ലോ. നിന്നെ കല്യാണം കഴിച്ചു കൊടുന്ന വീടല്ലേ ഇത്? അപ്പൊ ഇവിടുത്തെ അമ്മോട് ഭർത്താവിനോട് സ്നേഹത്തിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ലേ? ഇവിടെ വന്നു കയറിയപ്പോ തന്നെ നിന്റെ അമ്മായിയും ഭർത്താവും പറഞ്ഞു വിശേഷങ്ങളൊക്കെ. ആ പിന്നെ നിന്റെ പാസർ എന്താ പൊട്ടിയ കേസ് പറഞ്ഞല്ലോ, അത് മാറ്റണ്ടെന്ന് അമ്മയും നിന്റെ കെട്ടിയവനും പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ മാറ്റാൻ പോയത്? വെള്ളിപ്പാസറ വല്ല ഫാൻസി ഇട്ടാ പോരായിരുന്നോ? അതെന്താ സംഭവം നടന്നത്? എന്റെ കയ്യിലുള്ള ഒരു സാധനം മാറ്റാനായിട്ട് ഞാൻ ഇവരോടൊക്കെ അനുവാദം 100 തവണ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ കയ്യിലുള്ള ഒരു സാധനത്തിന് മാറ്റിയെടുക്കാനായിട്ട് ഇവരെ അനുവാദം വേണം. അതും ഞാൻ പണിയെടുക്കണം എന്റെ സ്വന്തം ശമ്പളം കൊണ്ട്. അതിന് ഇവരുടെ ആവശ്യം വേണോ? എന്നാലും എന്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ അവർ രണ്ടുപേരോടും ചോദിച്ചു. അവര് സമ്മതിക്കാണ്ടായപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയി മാറ്റി. ആ പിന്നെ നീ നാട്ടിൽ നിന്ന് ഗുണ്ടകൾ ഇറക്കിന്നോ? നിന്റെ അച്ഛൻ ഗുണ്ടകളെയും കൊണ്ട് വന്നോന്നോ നിന്റെ ഭർത്താവിനെ തല്ലിക്കാനായിട്ട്? എന്തൊക്കെയൊക്കെ കേൾക്കണേ? ഗുണ്ടകളാ? അവളുടെ അച്ഛൻ മാത്രല്ലേ വന്നത്? അവിടെ നിനക്കറിയില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളിലുള്ളൂ നിനക്ക്. അവളുടെ പിറന്നാൾ ദിവസം അവളുടെ അച്ഛനും ഗുണ്ടകളും കൂടി ഇവിടെ വന്നത്. എന്തൊക്കെയാന്ന് പറഞ്ഞെന്നറിയോ? നിനക്കൊന്നും അറിയില്ലേ, ഞാൻ നിന്നോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാനല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നീ മിണ്ടാടുക്ക്. അയ്യോ, എന്റെ അച്ഛൻ ഗുണ്ടകളൊന്നും കൊണ്ടുവന്നതല്ല. എന്റെ പിറന്നാൾ ദിവസം ഞാൻ ജോലിക്ക് പോയേക്കല്ലേ, അപ്പൊ ഞാൻ വരുമ്പോഴേക്കും എനിക്ക് പായസം കൊണ്ടു തന്നതാ. അതപ്പൊ കൂടെ പണിസ്ഥലത്ത് നിന്ന് വരുന്ന കാരണം 1-2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, അവരെ വണ്ടിയിലാണ് വന്നത്. അവര് പുറത്തു നിന്നും അച്ഛൻ പായസം അകത്തേക്ക് കൊണ്ടു തന്നു.
പിന്നെ ചേച്ചി പറയണില്ലേ അമ്മേനെ ഭർത്താവിനെ അനുസരിക്കണില്ലേന്ന്. ഈ അമ്മേനെ എങ്ങനെയാ അനുസരിക്കുക? ഈ വക ഭർത്താവിന് പറയുന്ന ആളെങ്ങനെയാ അനുസരിക്കേണ്ടത്? ചേച്ചി പറ. ഭർത്താവാണെങ്കിലോ അമ്മ മിണ്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ വാ തുറക്കില്ല. അമ്മ പറയുന്നതാണ് ശരണം. പിന്നെ ഞാൻ എന്താ അനുസരിക്കേണ്ടത്? ആരെയും അനുസരിക്കേണ്ടത്? നീ അവള് പറയുന്നത് കേൾക്കണ്ട. അവള് വായെടുത്ത കള്ളത്തര പറയുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നത് സത്യമല്ലോ. അവള് വായെടുത്ത കള്ളത്തരല്ലാണ്ട് പറയില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും ശരി തന്നെ ആയിരിക്കും. അമ്മ അങ്ങനെ വെറുതെ ഒന്നും പറയൊന്നുമില്ല. അതെന്താ ഏട്ടാ? അമ്മ പറയുന്നത് മാത്രമാണ് സത്യം. നിങ്ങളുടെ ഭാര്യ പറയുന്നത് സത്യമല്ലേ? അമ്മയുടെ വാക്ക് മാത്രം കേൾക്കുള്ളൂ, ഭാര്യയുടെ വാക്കൊന്നും കേൾക്കില്ലേ ഏട്ടൻ? എന്താണ് നീ അവനെ കുറ്റപ്പെടുത്തണേ? നിന്നോട് അവളോട് ചോദിക്കാനല്ലേ പറഞ്ഞത്? എന്തിനാ നീ അവനെ കുറ്റപ്പെടുത്തണേ? അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഇവരെ രണ്ടുപേരും മുന്നിൽ വെച്ച് ചോദിക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ അമ്മ വന്നപ്പോ പറഞ്ഞെന്നേ? ഏട്ടൻ ഇതൊക്കെ അറിയണ്ടോ? നിങ്ങൾക്ക് തമ്മില് ചേർന്ന് പോകാൻ പറ്റില്ല, അമ്മയ്ക്ക് അവളായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും പിരിച്ച് ഡൈവോഴ്സ് ചെയ്ത് കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത്. നീ എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞല്ലേ അവളുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, അതായിട്ട് അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കണം എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അമ്മയ്ക്ക് അവളായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏട്ടൻ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? ഏട്ടനും പറ്റില്ല അവളായിട്ട് ചേർന്ന് പോകാൻ. ഈ LKG പിള്ളേരെ പോലെ അമ്മ അത് പറഞ്ഞു, അമ്മ ഇത് പറഞ്ഞു, അതൊന്നും എന്നോട് പറയാൻ നിൽക്കരുത്. ഏട്ടൻ്റെതായ തീരുമാനങ്ങളില്ലേ? ഏട്ടൻ ഒരാണൊരുത്തനല്ലേ? അവള് 6-6:30 ആയപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ സമയത്ത് 7-7:30. ഈ നേരം വരെ അവൾ എന്തെങ്കിലും കഴിച്ചാൽ, അല്ലെങ്കിൽ വരുമ്പോ ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? അതൊക്കെയല്ലേ ഒരു മര്യാദ? സപ്പോർട്ട് നിൽക്കണ ഒരു ഭർത്താവ് വേണ്ടേ? ഇത് അമ്മയുടെ വാക്കും കേട്ട് തുള്ളി നടക്കുന്ന ഒരു ഭർത്താവ് അവൾ എന്തൊക്കെ സഹിക്കണം? ഇനി സ്വന്തമായിട്ട് സ്കൂട്ടറോ കാറോ വാങ്ങണേ ആരെയൊക്കെ പെർമിഷൻ വേണം? അവൾക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, പൈസയുണ്ട്, അപ്പൊ അവള് വാങ്ങിച്ചോളില്ലേ? ഇപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാ. ആരെ വാങ്ങിക്കുക? ആരോടെ പെർമിഷൻ വാങ്ങിക്കണ്ടേ? ആരോട് വാങ്ങിക്കണ്ടല്ലോ? അവൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാലോ. അതേപോലെ തന്നെയാണ്. പക്ഷെ അവള് കല്യാണം കഴിഞ്ഞു, നിങ്ങളൊരു ബഹുമാന സ്നേഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്തോന്ന് ഇനി ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു പുറത്ത് പോയി ഒരു ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. കല്യാണം കഴിഞ്ഞു വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ലേ? നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കണേ? ഏട്ടനൊക്കെ ജോലിക്ക് പോണ ഒരാളല്ലേ? ഇതൊക്കെ ആരോടെ ചോദിക്കണ്ടേ? നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ? എനിക്കറിയില്ല. പിന്നെ ഏട്ടനോടൊക്കെ പറയാനുള്ളത്, ഏട്ടൻ അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി അവളുടെ ഭാഗത്താണ് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ലാതെ രണ്ട് വഞ്ചിയിലും കാലിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കണം. എന്തെന്നോ ഏട്ടാ അതൊക്കെ? ഏട്ടനാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം. അപ്പൊ ഏട്ടനാണ് രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു എന്താ പറയാ ഒരു നിലയ്ക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഏട്ടനാണ് വേണ്ടത്. പിന്നെ അമ്മോട്, അമ്മ ഈ മിണ്ടറയിൽ പിടിക്കണേനൊക്കെ എന്തിനാ അവളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കണത്? അവര് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. അമ്മ പറയാറില്ലേ എന്റെ അമ്മായിമ്മ എന്നെ പൊന്നുപോലെ നോക്കണത്. ഇതിപ്പോ എന്റെ വീട്ടിലാണെങ്കിൽ അമ്മ എന്താ പറയാ? അവളുടെ അമ്മായിമ്മയുടെ കുഴപ്പമല്ല പറയാ അല്ലേ? ഇതിപ്പോ സ്വന്തം മോന്റെ കാര്യത്തിലായപ്പോ മരുമോളുടെ ആയി കുറ്റം. അവര് ജീവിതം ഇഷ്ടത്തിന് ജീവിക്കട്ടെ അമ്മേ. നല്ല സന്തോഷമായിട്ട് ജീവിക്കുക നിങ്ങൾ രണ്ടുപേരും. അത് കാണുമ്പോഴല്ലേ നമുക്കും ഇപ്പൊ അമ്മയ്ക്കായാലും സന്തോഷം വേണ്ടത്. ഏട്ടനാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഏട്ടൻ്റെ കുറെ പോരായ്മകളുണ്ട്. അമ്മയുടെ വാക്ക് മാത്രം കേട്ടാൽ പോരാ, ഭാര്യയുടെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി ഭാര്യനെയും കൂടി സ്നേഹിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഏട്ടനെ വേണം. ഞാൻ ഇതിന് കൂടുതലൊന്നും പറയണില്ല. എന്തായാലും ഈ നേരമായില്ലേ, അമ്മ പോയി ചായ എടുക്കുക. നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പോയി ഫ്രഷ് ആയി വന്ന് എന്തെങ്കിലും കഴിക്കാന്നോ? എന്നാ ഞാൻ പോയി ചായ വെച്ചിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം ഞാൻ ചെറിയൊരു വീഡിയോ ആയി ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭർത്താവും ഭാര്യയും അമ്മായിയും പിള്ളേര് എല്ലാവരും ഒന്നിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ലൈഫ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.